തിരുവനന്തപുരത്ത് കാട്ടുപന്നി ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ ദമ്പതികൾ. അരുവിക്കര സ്വദേശി പി മോഹനനും ഭാര്യയുമാണ് കാട്ടുപന്നി ശല്യത്തെ തുടർന്ന് കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നത്. ഹൃദ്രോഗത്തെ തുടർന്ന് വിദേശത്തു നിന്ന് നാട്ടിലെത്തിയ മോഹനൻ മുന്നോട്ടുള്ള ഉപജീവനത്തിനായാണ് കൃഷി ആരംഭിച്ചത്. 45 സെന്റോളം ഭൂമി പാട്ടത്തിനെടുത്തായിരുന്നു കൃഷി. പലയിടങ്ങളിൽ നിന്ന് വായ്പ വാങ്ങിയാണ് കൃഷി നടത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ വാഴകൃഷിയിൽ നിന്ന് ലാഭവും ലഭിച്ചിരുന്നു. പിന്നീട് മരച്ചീനിയും നട്ടുപിടിപ്പിച്ചു. എന്നാൽ പന്നിശല്യം കാരണം കൃഷിയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് കുടുംബം പറയുന്നു. 2 ഗുളിയെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷിക്ക് വേണ്ടി ഇറങ്ങിയത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സ് ഒരു മാതിരി തന്നെ ആകുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. അത്ര ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞു പോകുന്നത്. എന്തെങ്കിലും കൃഷിക്ക് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, വല്ലതും കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ നമുക്ക് മനസ്സെല്ലാം ഒരു മാതിരിയായി. ഇനി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കിട്ടില്ല. ദിവസവും ഇങ്ങനെ പന്നി ശല്യമായി കഴിഞ്ഞാൽ കാട്ടുപന്നിയാണ് ഇവിടെ വരുന്നത്. അന്ന് കൃഷിയെല്ലാം നശിപ്പിക്കുകയാണ്. പക്ഷേ ഇനി ചെയ്യാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം 10-30,000 രൂപ കടക്കാരനാണ് ഞാനിപ്പോൾ. 300ഓളം വാഴകളും 250ഓളം മരച്ചീനി കമ്പുകളും കാട്ടുപന്നി നശിപ്പിച്ചു. ദിനംപ്രതിയുള്ള കാട്ടുപന്നി ആക്രമണം മൂലം കൃഷി നിർത്താനുള്ള തീരുമാനത്തിലാണിവർ. പന്നിശല്യത്തിന് അധികൃതർ ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.